തൃശ്ശൂർ പൂരത്തിനെത്തുന്ന ഒരു പ്രമുഖനെ കാണാനാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അത് ആരാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, കണ്ടു തന്നെ മനസ്സിലാക്കിക്കോ. അതെ, രാമൻ തന്നെ. പൂരപ്പറമ്പുകളിലെ ഒരേ ഒരു രാമരാജാവ്. ആനപ്രേമികളെല്ലാം വലിയ സന്തോഷത്തിലാണ്. ഇത്തവണയും തൃശ്ശൂർ പൂരത്തിന് രാമൻ എത്തുമെന്ന സന്തോഷത്തിൽ. കണ്ടില്ലേ, രാമൻ ഒരുങ്ങി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ആ പൂരം ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. എല്ലാവരും ഈ പൂരത്തിന് രാമൻ എത്തുന്നത് കാത്ത് ഒരുപാട് ആളുകളുണ്ട്, ഫാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ പൂരത്തിൻ്റെ ആരാധകരും അതുപോലെ തന്നെ പല ആളുകളും എല്ലാം തന്നെ രാമന് വേണ്ടി കാത്തിരിപ്പാണ്. ആ ഒരു സസ്പെൻസ് എല്ലാം തന്നെ അവസാനിച്ചു. രാമൻ എന്തായാലും ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി തൃശ്ശൂർ പൂരത്തിന് എത്തുമെന്നുള്ളതാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ തെച്ചിക്കോട്ടുകാവ് ദേവസ്വം ഭാരവാഹികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തവണയും രാമനുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ തയ്യാറെടുപ്പൊക്കെ? മുൻ വർഷത്തെ പോലെ തന്നെ നെയ്തലക്കാവ് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ നെയ്തലക്കാവിൻ്റെ പൂരത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങി സമയദൈർഘ്യം ഒരുപാട് കൂടുതലാണ്. രാവിലെ 8:30-ക്കൊക്കെ തലക്കെട്ട് കെട്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പൂരം അവസാനിപ്പിക്കുമ്പോൾ 1 മണിയാകും. പൂര ദിവസം ആദ്യം തെക്കേ ഗോപുരനടയിൽ നിന്ന് മേളം കൊട്ടി ഇറങ്ങാൻ ഉള്ള അനുമതി ചെമ്പൂക്കാവ് ഭഗവതിക്കാണ്. അപ്പോൾ ആ മേളം പുറത്ത് കൊട്ടിയതിന് ശേഷം തിരിച്ച് നമ്മൾ അവിടെ നിന്ന് തെക്കേ ഗോപുരനട വഴി തന്നെ ഉള്ളിൽ കടന്ന് കിഴക്കേ ഗോപുരനട കൂടെ പുറത്തേക്ക് കിടക്കും. അതാണ് അതിൻ്റെ ചടങ്ങ്. അപ്പോൾ എന്ത് തന്നെ ആയാലും ശരി, ഒരു മാക്സിമം ഒരു 10:15-10:30 വരെ വരുന്നുള്ളൂ. അപ്പോൾ നമുക്കാച്ചിങ്ങ് മറ്റ് തിരക്കുകളാകുന്നതിനൊക്കെ മുന്നേ, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകളെല്ലാവർക്കും തിരക്കാണുള്ള വിഷയം. അപ്പോൾ അതുകൊണ്ട് അവനൊക്കെ മുന്നേ പോരും ചെയ്യാം. കൊമ്പൻ രാമനെ പോലെ തന്നെ ഒരുപാട് ആരാധകരുണ്ട് രാമൻ്റെ പാപ്പാന്മാരായ രാമേട്ടനും കടുക്കൻ രാജേഷിനും. എല്ലാവരും പൂരത്തിനായുള്ള തയ്യാറെടുപ്പിലാണ്. 2 ദിവസം ഉണ്ടായിരുന്ന തൃശ്ശൂർ പൂരം 3 ദിവസമാക്കിയ മുതലാണ്. അപ്പോൾ ആ ഒരു രാമനെ കുറിച്ചും രാമൻ്റെ ആ ഒരു വരവിനെ കുറിച്ചൊക്കെ എന്താ പറയുന്നത്? ഇവിടെ തൃശ്ശൂർ പൂരം ഈ പറഞ്ഞ മാതിരി ആദ്യകാലം തൊട്ടിട്ട് ഞാൻ കാണാൻ തുടങ്ങിയ അവിടെ നിന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു പൂരം നടക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് പറകൾ കാരണം ഇങ്ങനൊരു ആഘോഷം അവിടെ നടക്കണം ഇവർ ആരും അറിഞ്ഞായിരുന്നില്ല. ഈ കൊട്ടും നട തുറക്കുന്ന ഒരു വിഷയം ആരും അറിഞ്ഞായിരുന്നില്ല. ഞാൻ തന്നെ അറിഞ്ഞായിരുന്നില്ല. അങ്ങനെ പോകുന്നുണ്ട്, അതേ പറവുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടി ഇതും കടന്നു പോകും. പക്ഷേ അവിടെ നട തുറക്കുന്ന ഒരു വിവരം ആരും അറിഞ്ഞായിരുന്നില്ല പൊതുവെ. പക്ഷേ രാമൻ വരാൻ തുടങ്ങിയ അവിടെ നിന്ന് 3 ദിവസത്തെ പൂരമാക്കി മാറ്റിയത് രാമൻ്റെ ഒരു വരവ് തന്നെയാണ്. അതിൽ എല്ലാവർക്കും എല്ലാം നല്ല അഭിപ്രായമാണ് രാമൻ വന്നത്. ചെമ്പൂക്കാവ് കാർത്യായനി ക്ഷേത്രത്തിൻ്റെ ഭാഗമായുള്ള ഘടകപൂരത്തിലാണ് രാമൻ എത്തുന്നത്. നമ്മളോടൊപ്പം ചെമ്പൂക്കാവ് ക്ഷേത്രം ഭാരവാഹികളുമുണ്ട്. ഈ ഇവിടെ നിന്നുള്ള പൂരത്തിൻ്റെ തിടമ്പേറ്റി രാമൻ വരുമ്പോൾ അതിൽ ആളുകളുടെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പ്രാതിനിധ്യം കൂടാനും സാധ്യതയില്ലേ? തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ എന്ന് പറയുമ്പോൾ ഉത്സവപ്രേമികളായാലും ആനപ്രേമികളായാലും എല്ലാവരും കൊതിച്ചു പോകുന്നതാണ് സ്വന്തം ക്ഷേത്രത്തിലേക്ക് ഈ ആന ഒന്ന് വരണം എന്നുള്ളത്. അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ഞങ്ങളുടെ അവിടെയുള്ള എല്ലാവരും ത്രില്ലിലാണ്. തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ ഇങ്ങനെ ഇവിടെ വരുന്നു എന്നുള്ളത് ആദ്യം നമ്മുടെ അവിടെയുള്ള ആർക്കും വിശ്വസിക്കാനായിട്ടൊരു പ്രയാസം ഉണ്ടായിരുന്നു, നമ്മുടെ അമ്പലത്തിലേക്ക് വരുന്നു എന്നുള്ളത്. പക്ഷെ അത് യാഥാർത്ഥ്യമാണ്. ഈ ഉത്സവപ്പറമ്പുകളിൽ മാത്രമല്ല, രാമൻ്റെ ആരാധകർ രാമനെ കാണാനായി വളരെ ദൂരെ നിന്ന് വരെ ഈ തെച്ചിക്കോട്ടുകാവ് ക്ഷേത്രത്തിലേക്ക് എത്തലുണ്ട്. എവിടെ നിന്ന് വരുന്നുണ്ട്? തിരുവനന്തപുരത്ത് നിന്ന് തന്നെ. ഇപ്പം ഇവിടെ എത്താനായിട്ടുള്ള കാരണം രാമനോടുള്ള ഇഷ്ടം കൊണ്ട് ആണ്. അതുമാണ്. പിന്നെ വേറെ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ മെയിനായിട്ട് രാമനെ കാണണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു തവണ ആറ്റുകാൽ അമ്പലത്തിൽ അമ്മയുടെ തിടമ്പെടുക്കാൻ രാമൻ വന്നിരുന്നു. ഞാൻ ആറ്റുകാലുള്ളത് അമ്പലത്തിൻ്റെ അടുത്താണ്. അങ്ങനെ രാമനെ കാണാൻ വേണ്ടി തന്നെയാണ് വന്നത്. ഞങ്ങൾ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. കണ്ണൂർ കോഴിച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത്. ഇവിടെ ഒരു സെലക്ഷൻ്റെ ആവശ്യത്തിന് വേണ്ടി വന്നതാണ് മോനെയും കൊണ്ട്. അപ്പോൾ ഇവിടെ രാമനുണ്ടെന്ന് അറിയാൻ പറ്റി, രാമനെ ഒന്ന് കാണാൻ പറ്റി. ഇനിയുള്ള ദിവസങ്ങൾ കാത്തിരിപ്പിലാണ്. രാമൻ്റെ രാജകീയ വരവിനായുള്ള കാത്തിരിപ്പ്. എല്ലാ പൂരപ്രേമികൾക്കും അതാണ് ഇനി കാണേണ്ടത്. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.